ഹായ് എവരി വൺ, ഓൾ ഓഫ് യു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഇനി വരുന്ന 3rd സെമസ്റ്റർ അതുപോലെ 5th സെമസ്റ്റർ 6th സെമസ്റ്റർ എക്സാമുകളൊക്കെ എന്നാണെന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ അതിന് വേണ്ടിയിട്ടുള്ള എക്സാം രജിസ്ട്രേഷൻസൊക്കെ എന്നാണെന്നുള്ളത്. അപ്പോൾ 5th സെമസ്റ്റർ എക്സാമിന് വേണ്ടിയിട്ടുള്ള രജിസ്ട്രേഷൻ ഓഗസ്റ്റ് 14 സ്റ്റാർട്ട് ചെയ്യും. ആ ഒരു സമയത്ത് നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യാം. എക്സാം ഡേറ്റ് കറക്റ്റായിട്ട് പറഞ്ഞിട്ടില്ല. അപ്പോൾ അക്കാദമിക് കലണ്ടർ 2024-25 കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ അക്കാദമിക് എക്സാമിനേഷൻ കലണ്ടറിൽ എത്രയാണ് ഡേറ്റ് പറയുന്നത് എന്നുള്ളതാണ് കേട്ടോ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ കറക്റ്റ് യൂണിവേഴ്സിറ്റിയുടെ നിയമപ്രകാരം എപ്പോഴാണ് എക്സാം ഉണ്ടാവേണ്ടത്, അല്ലെങ്കിൽ രജിസ്ട്രേഷൻ എപ്പോഴാണ്, റിസൾട്ട് എപ്പോഴാണ് വരിക എന്നുള്ളതാണ് ഇതിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും കാണണം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് 3rd സെമസ്റ്റർ നോക്കാം. അപ്പോൾ 3rd സെമസ്റ്ററിലാണ് ഒരുപാട് പേർക്ക് ഡൗട്ടുള്ളത്. അപ്പോൾ 3rd സെമസ്റ്റർ എക്സാമിനേഷൻ അല്ലെങ്കിൽ സെമസ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂലൈ 17 പറയുന്നത്. അതുപോലെ എക്സാം രജിസ്ട്രേഷൻ ഓഗസ്റ്റ് 27 സ്റ്റാർട്ട് ചെയ്യും എന്നാണ് ഈ ഒരു അക്കാദമിക് കലണ്ടറിൽ പറയുന്നത്. അതുപോലെ സെമസ്റ്റർ എൻഡ് ചെയ്യുന്നത് ഡിസംബർ 5 എക്സാമിനേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് നവംബർ 25 ഡിസംബർ 5 ഉള്ളിലായിട്ട് ആ ഒരു എക്സാമുകൾ തീരും എന്നാണ് പറയുന്നത്. 3rd സെമസ്റ്ററിൻ്റെ കാര്യമാണ് പറയുന്നത്. അതുപോലെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നത് ജനുവരി 7 എന്നാണ് പറയുന്നത്. ഓക്കെ, ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരികയാണെങ്കിലേ വരുള്ളൂ. ഏകദേശമുള്ളൊരു ഡേറ്റാണ് കേട്ടോ പറയുന്നത്. അതുപോലെ അടുത്തതായിട്ട് 5th സെമസ്റ്റർ നോക്കാം. 5th സെമസ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂലൈ 1 അതുപോലെ എക്സാമിന് വേണ്ടിയിട്ടുള്ള അപ്ലൈ ചെയ്യേണ്ട ഡേറ്റ് വരുന്നത് ഓഗസ്റ്റ് 14 ഇപ്പോൾ കറക്റ്റ് തന്നെയാണ്. ഈ ഒരു നോട്ടിഫിക്കേഷൻ പ്രകാരം നമുക്കിപ്പോൾ വന്നിട്ടുള്ള നോട്ടിഫിക്കേഷനിൽ 14 രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു അക്കാദമിക് കലണ്ടറിൽ പറഞ്ഞത് ഏകദേശം കറക്റ്റ് തന്നെയാണ്. അതുപോലെ 15 സെമസ്റ്റർ, നവംബർ 15 സെമസ്റ്റർ എൻഡ് ചെയ്യുകയും നവംബർ 5 തന്നെ എക്സാം സ്റ്റാർട്ട് ചെയ്ത് നവംബർ 15 എക്സാമുകൾ എൻഡ് ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പോൾ നവംബർ 15 തന്നെ എക്സാം ഉണ്ടാവും. അതുപോലെ റിസൾട്ട് ഡിസംബർ 16 പബ്ലിഷ് ചെയ്യുമെന്നാണ് പറയുന്നത്. അടുത്തതായിട്ട് 6th സെമസ്റ്റർ നോക്കാം. അപ്പോൾ 6th സെമസ്റ്റർ എക്സാമുകൾ എഴുതാനുള്ളവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അതിന് എക്സാം രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 1/1/2025 എക്സാം രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ സെമസ്റ്ററുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നായിരിക്കും? നവംബർ 18 സെമസ്റ്റർ 6th സെമസ്റ്റർ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ റെഗുലർ ഡിസ്റ്റൻസിൻ്റെയൊക്കെ സെയിം തന്നെ ആയിരിക്കും കേട്ടോ. അതുപോലെ സെമസ്റ്റർ എൻഡ് ചെയ്യുന്നത് മാർച്ച് 20 അതുപോലെ എക്സാമുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് മാർച്ച് 21 മുതൽ അതുപോലെ മാർച്ച് 28 വരെ ആയിരിക്കും എക്സാമുകൾ ഉണ്ടാവുക. അതിൻ്റെ ഡേറ്റ് എക്സാമുകൾ എൻഡ് ചെയ്യുന്നത് മാർച്ച് 28 റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നത് മെയ് 2 ഉള്ളിലായിട്ട് തന്നെ റിസൾട്ടുകൾ പബ്ലിഷ് ചെയ്യുമെന്നാണ് അറിയിക്കുന്നത്. മെയ് 2 പബ്ലിഷ് ചെയ്യുമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് അടുത്തതായിട്ട് വരാൻ പോകുന്ന 3rd സെമസ്റ്റർ അതുപോലെ 5th 6th സെമസ്റ്ററുകളിലെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നതും എൻഡ് ചെയ്യുന്നതും അതുപോലെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നതുമായിട്ടുള്ള ഡേറ്റുകൾ. ഓക്കെ, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ ഒരു സ്ക്രീനിൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണുന്നില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്തിട്ട് നോക്കാം കേട്ടോ. വീഡിയോ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും കൂടി ക്ലിയർ ആയിട്ട് കാണാൻ കഴിയും. ഓക്കെ, മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അതുവരെ താങ്ക് യു.